ലോകകപ്പ് പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ C5 നടപടി പിൻവലിക്കുമെന്നുള്ളതാണ്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ട്രീമിംഗ് സൗജന്യമായി നടത്താൻ അനുമതി ലഭിച്ചുവെന്ന് കായിക മന്ത്രി OJ ജനീഷ് തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രദർശനം നടത്തുന്നവർ ഈഗിൾസ് FC പോർട്ടലിൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഇവിടെ കേരളത്തിലെ കായിക പ്രേമികളുടെയും ഫുട്ബോൾ ആരാധകരുടെയും എല്ലാം തന്നെ ആവശ്യം പരിഗണിച്ചും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു റിക്വസ്റ്റ് പരിഗണിച്ചും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് സൗജന്യമായി തന്നെ ഫുട്ബോൾ മത്സരം പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുകയാണ്. ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കി നോട്ട് ഫോർ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസിന് സൗജന്യമായി തന്നെ ഈ ഫുട്ബോൾ മത്സരങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി കഴിയും. പ്രാദേശിക ക്ലബ്ബുകൾ, പബ്ലിക് ലൈബ്രറികൾ, റെസിഡൻസ് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റി, കോളേജുകൾ, സ്കൂളുകൾ, അതോടൊപ്പം തന്നെ വിവിധ സാമൂഹിക കൂട്ടായ്മകൾ എന്നിവിടങ്ങളെല്ലാം തന്നെ ടിക്കറ്റ് ഇല്ലാതെയും പണം വാങ്ങാതെയും വാണിജ്യ താല്പര്യങ്ങളില്ലാതെയും പ്രദർശനം നടത്തുന്നതിന് ഉള്ള അനുമതി C5 ഭാഗത്തുനിന്ന് ഒഫീഷ്യലായി ഇന്ന് കായിക വകുപ്പ് സെക്രട്ടറിക്ക് ലഭിക്കുകയുണ്ടായി. ഓക്കെ, സനീറ്റ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സനീറ്റ, ലോക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം ഒരു സന്തോഷ വാർത്ത വരാനില്ല. കാരണം കായിക പ്രേമികളും അതേപോലെ SFI അടക്കമുള്ള സംഘടനകളും ഒക്കെ ഇതിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരികയും പ്രതിഷേധവും ഒക്കെ നടത്തിയതുമൊക്കെയാണ്. ഒടുവിലൊരു സന്തോഷ വാർത്ത എത്തുന്നു. തീർച്ചയായിട്ടും സേതു, കായിക പ്രേമികൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ പ്രതികരണം തന്നെയാണ് കായിക മന്ത്രി OJ ജനീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഈ ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ ആരാധകർക്കിടയിൽ വലിയ ആശങ്കയായിരുന്നു ഇത്തരത്തിൽ ഈ കളികൾ അല്ലെങ്കിൽ ഈ മത്സരങ്ങൾ പൊതു ഇടങ്ങളിൽ ഇത്തരത്തിൽ വീക്ഷിക്കുവാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ദർശിക്കുവാൻ കഴിയുന്നില്ല എന്നൊരു വലിയ ആശങ്കയായിരുന്നു ഈ കായിക പ്രേമികൾ പങ്കുവച്ചിരുന്നത്. ഇതിനെ തുടർന്ന് ഇത്തരത്തിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്ക് വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കായിക പ്രേമികളുടെ ആവശ്യം പരിഗണിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ കായിക മന്ത്രി OJ ജനീഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. കരാർ നേടിയ C ചാനൽ അധികൃതരുമായി ചർച്ച നടത്തി അവരുമായി ചർച്ചയ്ക്കൊടുവിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും ഈഗിൾസ് FC പോർട്ടലിൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി അവർ അപ്രൂവൽ നൽകും. തുടർന്ന് നമുക്ക് സൗജന്യമായി ഇത്തരത്തിൽ കളികൾ വീക്ഷിക്കാമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ ആശങ്കയായിരുന്നു ഇതിനെ തുടർന്നുണ്ടായിരുന്നത്. എന്നാൽ ആശങ്കകൾക്കെല്ലാം ഇപ്പോൾ അന്ത്യം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ. ശരി സനീറ്റ, അപ്പം ആശങ്കയൊക്കെ മാറി ആശ്വാസം ഒരു വലിയ സന്തോഷത്തിലേക്കും എത്തിയിരിക്കുന്നു ലോക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം.